ഇന്ന് രാവിലെയാണ് സ്മിനുവിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഫോണിൽ ലഭിക്കാതിരുന്നതിനാൽ സുഹൃത്ത് വീട്ടിലെത്തിയപ്പോഴാണ് തലയ്ക്ക് പരിക്കേറ്റ് രക്തം വാർന്ന നിലയിൽ മൃതദേഹം കണ്ടത്. സ്മിനുവിന്റെ മാലയും മോതിരവും ഫോണും നഷ്ടപ്പെട്ടിട്ടുണ്ട്. രാവിലെ ഞാനൊരു 9:20 കണ്ടത്. ഈ അടുത്ത വീട്ടിലെ പെൺകുട്ടി എന്നെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാതെ എൻ്റെ ഭാര്യ ഫോണിലേക്ക് വിളിച്ച് പെണ്ണിങ്ങനെ ഈ ബ്ലഡിൽ രക്തത്തിൽ കുളിച്ച് കിടക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ വലിയ. അപ്പോൾ ഞാനിവിടെ ഒരു അടുത്ത വീട്ടിലെ ചേച്ചിമാരൊക്കെ ഒച്ചപ്പാടും ബഹളും കരച്ചിലും. ഞങ്ങൾ ഇയാളെ ആശുപത്രിയിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിൽ ഞാൻ വണ്ടി എടുത്ത് മാറ്റാം, വട്ടുരുക്കിയിരുന്നു വണ്ടി എടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് വണ്ടി എടുത്ത് മാറ്റി ആളിയെ മാറ്റി വെച്ച് ആളെ ഞങ്ങൾ എടുക്കാൻ നോക്കിയപ്പോൾ ശരിക്കും ശരീരം തണുത്തിരിക്കുകയാണ്. പിന്നെ ഈ മുറിവ് ഉള്ള സ്ഥലത്തുനിന്ന് ഉറുമ്പരിക്കണ്ടായിരുന്നു. തലയിലാണ് മുറിവ്. ഈ വശത്ത് കഴുത്തിലൊരു മാല ഉണ്ടായെന്നാണ് കൂട്ടുകാരൻ പറയണത്. അവിടെ നിന്ന് പോരുമ്പോൾ ആ മാല ഇപ്പോൾ കാണുന്നില്ല. പിന്നെ കയ്യിൽ 2 മോതിരമുണ്ട്, ഒരു മോതിരം ഇല്ല. പിന്നെ വാച്ചും ഒരു മോതിരവും നഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ ഇയാളുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണ്. മുനമ്പം കോൺവെന്റ് ബീച്ച് പാലത്തിന് സമീപമുള്ള വീട്ടിൽ തനിച്ചായിരുന്നു ഇയാളുടെ താമസം. ഭാര്യ ഫെമി ജോലിയുമായി ബന്ധപ്പെട്ട് ഇരിങ്ങാലക്കുടയിലെ വീട്ടിലും മാതാപിതാക്കൾ സഹോദരന്റെ വീട്ടിലുമാണ് കഴിഞ്ഞിരുന്നത്. വെള്ളിയാഴ്ച രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങിയെത്തിയ സ്മിനു സുഹൃത്തിന്റെ വീടിനടുത്തുള്ള ക്ഷേത്രോത്സവത്തിൽ പങ്കെടുത്തിരുന്നതായി സുഹൃത്ത് പറഞ്ഞു. രാത്രി മടങ്ങിയ ശേഷം വീടെത്തിയ വിവരം വിളിച്ചറിയിച്ചതായും സുഹൃത്ത് അറിയിച്ചു. പിന്നീട് രാവിലെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും മറുപടി ലഭിച്ചില്ല. ഇതോടെയാണ് സുഹൃത്ത് സ്മിനുവിന്റെ വീട്ടിലേക്ക് എത്തിയത്. മുനമ്പം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഫോറൻസിക്, വിരലടയാള വിദഗ്ധർ, ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. എറണാകുളത്തെ സ്വകാര്യ സ്ഥാപനത്തിൽ ജീവനക്കാരനായിരുന്നു മരിച്ച സ്മിനു. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.